ചൈന എന്ന രാജ്യം സ്ഥിരമായി അയൽ രാജ്യങ്ങളോട് തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ, തായ്വാൻ എന്നീ രാജ്യങ്ങളോട്. തായ്വാന് നേരെ യുദ്ധസന്നാഹമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയുമാണ്. എന്നാൽ ഇന്ത്യയോട് അങ്ങനെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അടുത്തിടെയൊന്നും ചൈന ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. അതിനൊരു കാരണം തിരിച്ചടി കടുക്കുമെന്ന കാരണത്തിലുമാകാം. എങ്കിലും ചെറിയ രീതിയിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുമുണ്ട്. കൂടാതെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലുമാണ് ചൈന. ഇത് ഇന്ത്യക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ചൈന ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിലെല്ലാം ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത ശുഭകരമായ ഒന്നാണ്. ഇരുവർക്കുമിടയിലുള്ള മഞ്ഞുരുകുന്നു എന്നതാണ്. 2020 മുതൽ മുടങ്ങിക്കിടക്കുന്ന കൈലാസ മാനസ സരോവർ യാത്രയും നേരിട്ടുള്ള വിമാന സർവീസും പുനരാരംഭിക്കാൻ ഇന്ത്യ, ചൈന ധാരണയിലായി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ചൈനീസ് സന്ദർശനത്തിലാണ് കൈലാസയാത്ര പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി മിശ്രി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കരാറുകൾ പ്രകാരമുള്ള രീതികൾ സെക്രട്ടറി തല ചർച്ചയിൽ ഉയരുകയും ചെയ്തു. നിലവിലുള്ള കരാറുകൾ പ്രകാരമായിരിക്കും വിമാന സർവീസുകൾ പുനരാരംഭിക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 2020 കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യാത്ര പുനരാരംഭിക്കാൻ ധാരണയായത്. ഗാൽവാനിലെ നിയന്ത്രണ രേഖയിൽ സ്ഥിതിഗതികൾ ശാന്തമായതോടെ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ വർഷം സേനയെ പിൻവലിച്ചിരുന്നു. ഇതോടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനിടെ നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റു സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ, ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയുമായി. ചർച്ചകൾ പടിപടിയായി പുനരാരംഭിക്കുന്നതിനും മുൻഗണനാ മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. നിലവിലുള്ള കരാറുകൾ പ്രകാരമാണ് വിമാന സർവീസും മാനസ സരോവർ യാത്രയും വീണ്ടും ആരംഭിക്കുന്നത് എന്നും നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റ് സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ, ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയമാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. സാമ്പത്തിക വ്യാപാര മേഖലകളിലെ പ്രത്യേക ആശങ്കകളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉഭയകക്ഷി സഹകരണത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനാകൂവെന്ന് അന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കിയാണ് ഇപ്പോൾ കൈലാസ മാനസ സരോവർ യാത്രയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് യാത്ര നിർത്തിവച്ചിരുന്നു. പിന്നാലെ ഗൽവാൻ സംഘർഷവും അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തതോടെ യാത്ര പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലുമായി. നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ ശാന്തമായി ഇരു രാജ്യങ്ങളും സേനയെ പിൻവലിച്ചതോടെയാണ് നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നത്. കൂടാതെ ഈ വിമാന സർവീസോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാകുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ.